നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ന്യൂവെസ്റ്റ് പോസ്റ്റ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ സിനിമാ താരം ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ച കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. IT ആക്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്താണ് ഈ കേസിൽ ഏറ്റവും കൂടുതലും ജനശ്രദ്ധ തിരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. കേസെടുത്തതിന് ഹണി റോസിൻ്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ തൻ്റെ പരാമർശം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കുന്നത് കരുതിക്കൂട്ടിയതല്ല എന്നും അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ ഈ സംഭവം എപ്പോഴാണ് നടന്നത്? ഡേറ്റ പ്രകാരമുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 4 മാസം മുമ്പായിരുന്നു കേസിന് ആദ്യമായ സംഭവം ഉണ്ടായത്. അതിൽ ഹണി റോസിൻ്റെ പരാതി പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് 75 ക്രൈം ഫയൽ നമ്പർ അല്ലെങ്കിൽ സെക്ഷൻ 75 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് അവർ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി പോയ സമയത്ത് അല്ലെങ്കിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഉടമ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ അദ്ദേഹത്തിൻ്റെ പേര് അറിയാമല്ലോ. ദ്വയാർത്ഥ പ്രയോഗം അല്ലെങ്കിൽ ഡബിൾ മീനിങ് കമൻറ്റുകൾക്കെതിരെ നടി പരസ്യമായി വിമർശിച്ചു. അവർ രംഗത്ത് വന്നിരുന്നു. അവരുടെ മൊഴി അനുസരിച്ച് അല്ലെങ്കിൽ അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1, 2 തവണകൾ കൂടുതലായി അവർ വേണ്ട രീതിയിൽ അതിന് പ്രാമുഖ്യം കൊടുത്തില്ലെങ്കിലും ഒരു പ്രാവശ്യവും 2 പ്രാവശ്യവും കഴിഞ്ഞ് ഒരു ലിമിറ്റിന് അപ്പുറം പോയപ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള കേസിന് വേണ്ടി ഇത് സമീപിച്ചത് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡീസിനെ സമീപിച്ചതെന്നാണ് അവരുടെ ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമൻറ്റുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. നടിയുടെ പരാതി പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സെൻട്രൽ ACP ആയ ജയകുമാറിൻ്റെ മേൽനോട്ടത്തിലാണ് ഒരു സംഘം ഉദ്യോഗസ്ഥരുണ്ടെന്നും അതിൽ ഏകദേശം 10ഓളം വരുന്ന ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നുമാണ് ന്യൂസുകൾ പറയുന്നത്. എന്നിരുന്നാലും ഇതിനെപ്പറ്റി കൂടുതലായി നമ്മൾ ഓരോ ആൾക്കാർക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇപ്പോൾ വരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റുകൾ, സെക്ഷനുകൾ അത് എത്രത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അത് അവരെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് കാണേണ്ടത്, അല്ലേ? ഇപ്പോൾ ന്യൂസുകൾ കാണുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ആണ് ഹണി റോസ് തന്നെയാണ് ഇത് ഏകദേശം അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. അതിൽ പറയുന്ന ഫേസ്ബുക്കിൽ അവരുടെ പേജ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നത് ഒരു മാനസിക അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് ഈ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പരാതി അവർക്കും കൂടി എത്തും. പല രീതിയിലുള്ള ആൾക്കാരെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പണത്തിൻ്റെ ഒരു ഹുങ്ക് എന്ന് ആണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ന്യായ വ്യവസ്ഥയിലുള്ള ശക്തിയിൽ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്നാണ് അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിപ്പോൾ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതും ഇത് തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ്
2 ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിൽ വന്നിരുന്നൊന്നും അവർ ആഭരണങ്ങൾ ധരിച്ച് ഒരു ഉള്ള ഒരു പോസൊക്കെ ചെയ്തു ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവർ ആഭരണം ധരിക്കണമല്ലോ. അപ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് ആകുന്നതല്ലേ. അപ്പോൾ കുറേ പേര് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചു. അത് ഓരോരുത്തരുടെ ഒരു ഇതായിട്ടാണെങ്കിലും അത് അഫക്റ്റ് ചെയ്തരുത്, അല്ലെങ്കിൽ അത് ഒരു സോഷ്യലി അല്ലെങ്കിൽ വയബിളായുള്ള ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് പരാമർശിക്കാമല്ലോ. അതുതന്നെയാണ് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർ മനഃപൂർവ്വം ഒരാളെ എങ്ങനെയും ചെയ്തിട്ടില്ലെങ്കിലും തമാശയ്ക്ക് എന്തെങ്കിലും പറയാം. പക്ഷെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി അതെല്ലാം ബോബി പറഞ്ഞാൽ അത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാകാം തീർച്ചയായിട്ടും അങ്ങനൊരു നിയമ നടപടിയിലേക്ക് അവരെ എത്തിച്ചതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിരുന്നാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ്. അതിൻ്റെ ഫോറൻസിക് പരിശോധന അത് വിധേയമാക്കിയിട്ടുണ്ട്. അതിനാലാണ് കേസ് പരാതിയും അതിൻ്റെ വൈകിയുള്ള കോടതിയുടെ ഒരു ബുധനാഴ്ച വരത്തേക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കാണ് അതിലേക്ക് അതിൻ്റെ ഒരു നിയമ നടപടി കൺഫർമേഷൻ ഒന്ന് കിട്ടുകയുള്ളൂ. എന്തായാലും ഹണി റോസ് ഒരു രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ന്യൂസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളുടെ സഹോദരിക്കോ നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ജനതയിലുള്ള ഒരാൾക്കോ സംബന്ധിച്ചാൽ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇന്നേ അതിന് വേണ്ട ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.